പണ്ട് പണ്ട് യഹൂദ ദേശത്ത് മലനിരകളുടെ താഴ്വാരത്തിലെ മനോഹരമായൊരു ഗ്രാമത്തിൽ കല്ലുകളാൽ പാകിയ ഒരു കൊച്ചു വീട്. അവിടെ ഒരു വിധവയായ അമ്മൂമ്മ ജീവിച്ചിരുന്നു. അമ്മൂമ്മയ്ക്ക് ബന്ധുക്കളാരും ഉണ്ടായിരുന്നില്ല. പാവം, ജോലി ചെയ്ത് സമ്പാദിച്ച് ഒറ്റയ്ക്ക് അങ്ങനെ ജീവിച്ചു പോന്നു. തനിക്ക് ജോലി ചെയ്ത് കിട്ടുന്ന പണമെല്ലാം ഒരു പെട്ടിയിലാക്കി നിധി പോലെ സൂക്ഷിച്ചിരുന്നു. ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിക്കും. അതിലെ ചില നാണയങ്ങൾക്ക് ഓരോ കഥകൾ പറയുവാനുണ്ടായിരുന്നു. കുഞ്ഞിലെ അവരുടെ പിതാവ് അവർക്ക് സമ്മാനിച്ചത്, വിവാഹ സമ്മാനമായി ലഭിച്ചത്, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. അതുകൊണ്ട് ആ ഓർമ്മകൾ അടങ്ങുന്ന നാണയങ്ങളെല്ലാം വളരെ ഭദ്രമായാണ് അവർ സൂക്ഷിച്ചിരുന്നത്. ആ പതിവ് തുടർന്നു. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് പണമെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി പെട്ടിയിലാക്കി വെച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞ് കിടന്നുറങ്ങും. അങ്ങനെ പല ദിവസങ്ങളും കടന്നുപോയി. ഒരു ദിവസം ഇതുപോലെ പണം എണ്ണി നോക്കിയപ്പോൾ പെട്ടെന്ന് അവർ ഞെട്ടിപ്പോയി. അതിൽ ഒരു നാണയം കുറവായിരുന്നു. അവരെ വിറയ്ക്കുവാനായി തുടങ്ങി. പെട്ടെന്ന് തൻ്റെ വസ്ത്രത്തിലെങ്ങാനും അത് ഉടക്കിപ്പോയോ എന്ന് നോക്കി. ഇല്ല. ആ പെട്ടിയിൽ ഒന്നും കൂടി നോക്കി. ഇല്ല. നിലത്തുണ്ടോ? ഇല്ല. ഒന്നും കൂടി എണ്ണി നോക്കാം. അവർ വീണ്ടും വീണ്ടും എണ്ണി നോക്കി. ഇല്ല, കാണാനില്ല. ഒരു ചെറിയ നാണയമാണെങ്കിലും അത് നഷ്ടപ്പെട്ടപ്പോൾ വളരെ ശൂന്യത അവർക്ക് തോന്നി. ആ നാണയം കണ്ടെത്താതെ ഞാൻ ഇനി വിശ്രമിക്കില്ല. മറ്റൊരു വിളക്കുമെടുത്ത് ചൂലുകൊണ്ട് ആ വീട് മുഴുവൻ വൃത്തിയാക്കുവാനായി തുടങ്ങി. ചെറിയ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ആ വീട് മുഴുവൻ തിരഞ്ഞു. സമയം പോയിക്കൊണ്ടിരുന്നു. നാണയം കാണാനില്ല. അമ്മൂമ്മയ്ക്ക് സങ്കടം കൂടിക്കൂടി വന്നു. അവർ മൃദുവായി പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ നഷ്ടപ്പെടുത്തിയതിനെ കണ്ടെത്താൻ എന്നെ സഹായിക്കണം. വീണ്ടും മണിക്കൂറുകൾ കടന്നുപോയി. അവരുടെ പുറം വേദനിച്ചു, കണ്ണുകൾ മങ്ങി. എന്നാലും തിരച്ചിൽ നിർത്തിയില്ല, തുടർന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അങ്ങ് ദൂരെ എന്തോ ഒന്ന് തിളങ്ങുന്നത് പോലെ. ശ്രദ്ധിച്ച് വീണ്ടും നോക്കി. അതെ, എന്തോ ഒന്ന് ആ മണ്ണിൽ കിടന്ന് തിളങ്ങുന്നു. അതിനടുത്തേക്ക് നടന്നെത്തിയ അമ്മൂമ്മയ്ക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അതെ, അമ്മൂമ്മയുടെ കാണാതെ പോയ നാണയം അവിടെ മണ്ണിനിടയിൽ കിടക്കുന്നു. അമ്മൂമ്മ വേഗം അതെടുത്ത് തൻ്റെ മാർവോട് ചേർത്തു. എന്നിട്ട് വേഗം സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞു. അതുമാത്രമല്ല, തനിക്കിന്ന് ലഭിച്ച സന്തോഷം മറ്റുള്ളവരെ അറിയിക്കുവാനായി അയൽഭവനങ്ങളിലേക്ക് ഓടി. അവിടെ ചെന്ന് അവരോടൊക്കെ നടന്ന കാര്യങ്ങൾ പങ്കുവച്ചു. എല്ലാവരെയും ആ സന്തോഷം പങ്കിടുവാൻ ഭവനത്തിലേക്കും ക്ഷണിച്ചു. എല്ലാവരും ഒത്തുചേർന്ന് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി. രാത്രിയായപ്പോൾ അമ്മൂമ്മ വീണ്ടും ആ നാണയം ഇട്ടിരുന്ന പെട്ടിയിലേക്ക് നോക്കി. എല്ലാം വീണ്ടും സുരക്ഷിതമായിരിക്കുന്നു. അപ്പോൾ അവർ മനസ്സിലാക്കി, ഇതാണ് ദൈവം നമ്മെ സംരക്ഷിക്കുന്ന രീതി. ദൈവത്തിൻ്റെ കണ്ണിൽ ഓരോ മനുഷ്യരും വിലപ്പെട്ടവരാണ്. നാം തെറ്റിപ്പോകുമ്പോഴും അവൻ നമ്മെ മറക്കില്ല. നമ്മെ തേടി അന്വേഷിച്ച് കണ്ടുപിടിച്ച് തൻ്റെ മാർവോട് ചേർക്കും. അപ്പോൾ സ്വർഗവും ആനന്ദിക്കും. ആ അമ്മൂമ്മ വിളക്കണച്ചു സമാധാനത്തോടെ കിടന്നുറങ്ങി. പ്രിയ കൂട്ടുകാരെ, ഈ കഥയിലെ നാണയങ്ങളെ പോലെയാണ് ഓരോ മനുഷ്യരും. ദൈവത്തിൻ്റെ സന്നിധി വിട്ട് അകന്നു പോകുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വളരെ മുറിവുണ്ടാക്കും. വലിപ്പ ചെറുപ്പം നോക്കിയല്ല, ഓരോ മനുഷ്യരും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. കയ്യിലുള്ള മനോഹരമായ വസ്തു നഷ്ടപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ ഉടമസ്ഥന് അതിൻ്റെ വില മനസ്സിലാകത്തുള്ളൂ. അപ്രകാരം ദൈവം നമ്മെ സ്വർഗീയ ഭവനത്തിന് അവകാശികളാക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ മനോഹരമായ ഭവനം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് അത് ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്വർഗത്തിന് അവകാശികളായി മാറുവാൻ ശ്രമിക്കണം. ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.